ഗംഗ തിരിച്ചു വന്ന് കല്യാണിയെ കൊന്നു. അതെ, ശക്തമായി തന്നെ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഗംഗ മൂപ്പൻ്റെ അടുത്ത് നിന്ന് ചികിത്സ തേടി കൂടുതൽ ശക്തനായി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇരട്ടിയായി തൻ്റെ പ്രതികാരം തീർക്കാൻ. കാർത്തികയുടെ കല്യാണ ദിവസമായിരുന്നു ഗംഗ അങ്ങനെ കല്യാണിയെ കൊന്നുകളയുന്നത്. ആരും അറിയാതെ ആൾക്കൂട്ടത്തിനിടയിൽ നുഴഞ്ഞു കയറി ഗംഗ കാർത്തികയുടെ കല്യാണ ദിവസം കിരണിൻ്റെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കല്യാണിയെ വെടിവെച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. ആരും അറിയാതെയായിരുന്നു മുഖം മറച്ച് ഗംഗ അവിടെ എത്തുന്നത്. ഗംഗയെ മൂപ്പന് കിട്ടുമ്പോൾ അവിടെ നല്ല ചികിത്സ കൊടുത്ത് ഗംഗയെ കൂടുതൽ ശക്തനാക്കുകയും പൂർണ്ണ ശക്തിയോടുകൂടി തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. തൻ്റെ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുന്ന ഗംഗയ്ക്ക് ഒരു പുനർജന്മം പോലെയായിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ. ഗംഗയുടെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ നാളങ്ങൾ ആളിക്കത്തുകയായിരുന്നു. അങ്ങനെ ഗംഗ കിരണെ വേദനിപ്പിക്കാനും അതുപോലെ തന്നെ ഇതുവരെ ദ്രോഹിച്ച കിരണ് ഒരു പണി കൊടുക്കാനും വേണ്ടി കല്യാണിയെ തീർക്കുക എന്നതായിരുന്നു ഗംഗയുടെ ലക്ഷ്യം. അങ്ങനെ കാർത്തികയുടെ കല്യാണ ദിവസം ഗംഗ നാട്ടിലെത്തുകയും ഗംഗ ആരും അറിയാതെ പെട്ടെന്ന് എല്ലാവരുടെ മുൻപിലേക്ക് ചാടി വീണ് കല്യാണിയെ വെടിവെച്ച് തീർക്കുകയുമാണ് ചെയ്യുന്നത്. അധികം വൈകാതെ തന്നെ ഗംഗ തിരിച്ചു വന്ന്